സീറ എന്ന മൂവി പ്രണവ് മോഹൻലാലിന്റെ പടം ഈ അടുത്ത് ഇറങ്ങിയപ്പോൾ കണ്ടവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ? ചിലപ്പോൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഇതിനെ ഒരു ഹൊറർ മൂവി ആയിട്ട് മാത്രം കാണാതെ ഒരുപാട് സൈക്കോളജിക്കൽ എവിഡൻസ് ഉള്ള ഒരു മൂവി കൂടിയാണിത്. ഈ പടത്തിനെ നന്നായി നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ആളുടെ ഏകാന്തത, ലോൺലിനെസ് കൊടുക്കുന്ന ഒരു ഫിയർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഐസൊലേഷൻ കൊടുക്കുന്ന ഒരു ഹാലോസിനേഷൻ ഉണ്ട് ഇവിടെ. പലപ്പോഴും ഈ സീറ എന്നൊക്കെ പറയുന്നത് ഒരു മരണത്തിൻ്റെ വിധിയോ അല്ലെങ്കിൽ കോപത്തിൻ്റെ വിധി എന്നൊക്കെ പറയുന്നു. അത് നിങ്ങളുടെ തന്നെ കുറ്റബോധത്തിന് നിങ്ങൾ തന്നെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയെന്നും ഈ ഒരു പടത്തിൻ്റെ ഇന്നർ മീനിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പടത്തിൽ മുഴുനീളം നമുക്ക് കാണാം ഇദ്ദേഹം ഒറ്റപ്പെട്ടതാണ്. മാത്രമല്ല അയാളുടെ ലൈഫിൽ അയാൾ ഒന്നും മറന്നതല്ല, മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതാണ്. പലപ്പോഴും അവൻ്റെ കുറ്റബോധം തന്നെയാണ് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആളുകളിൽ സംഭവിക്കുന്നതാണ്, ഒരുപാട് ഐസൊലേറ്റ് ആകുമ്പോൾ ഒരുപാട് ഹാലൂസിനേഷൻസ് ഉണ്ടാകും. ഏകാന്തതയിൽ പോകുന്ന ആളുകൾക്കാണ് ഒരുപാട് ചിന്തിക്കുന്നതും ആ ചിന്തകൾ ഭയമായി പുറത്തു നിന്ന് സൗണ്ട്സ് ആയിട്ടൊക്കെ കേൾക്കുന്നത് ഒരു തരം ഹാലൂസിനേഷനാണ്. ഈ പടത്തിനെ ശ്രദ്ധിച്ച് കാണുമ്പോഴും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കുറ്റബോധം അയാളെ ഡിപ്രഷനിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട്. ഡിപ്രഷനിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും പലപ്പോഴും അയാളുടെ ഭാവനയും റിയാലിറ്റിയും തമ്മിൽ ഒരു തരം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തെന്നി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഈ പടം കാണുന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് സൈക്കോളജിക്കൽ വശം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാം.